ഹലോ മൈ ഗൈസ്. അപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് നമ്മുടെ കിച്ചൻ്റെ ഗോഡൗണിൽ കിടക്കുന്ന നമ്മുടെ വണ്ടിയുണ്ട്. ഏകദേശം 2 മാസത്തിൻ്റെ അടുത്ത് ഈ വണ്ടി ഇങ്ങനെ ഓണാക്കാതെ ഇട്ടിട്ട് ഏകദേശം 2-3 ദിവസം ഞാനിത് ഓണാക്കിയിരുന്നു. പിന്നെ നമ്മൾ വർക്കിൻ്റെ തിരക്ക് കാരണം നമുക്ക് ഓണാക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല. വർക്കിൻ്റെ ഇവൻറ്റിൻ്റെ പരിപാടി ആയതുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇവിടെ ഉണ്ടാവാറില്ല. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അങ്ങനെ നമുക്കിത് ഓണാക്കാൻ പറ്റില്ല. വണ്ടിയുടെ ബാറ്ററിയും കാര്യങ്ങളും ഇറങ്ങിയിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയിലെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്ത് വണ്ടി ഒന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. വണ്ടി വാഷിങ്ങും കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. കുറച്ച് പണി വണ്ടിയുമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്തായാലും വണ്ടി വാഷ് ചെയ്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വർക്കിന് ഇട്ട് കൊടുക്കുക വിചാരിച്ചിട്ട് വണ്ടി കാര്യങ്ങളും പുറത്തിറക്കി ഇവിടെയുള്ള പ്രഷർ വാഷർ ഉപയോഗിച്ചിട്ട് നമ്മൾ നേരെ വണ്ടി വാഷ് ചെയ്യണ്ടായി. കാരണം കംപ്ലീറ്റ് ഡസ്റ്റും കാര്യങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ ഇവിടെ കിച്ചണിലേക്ക് വരുന്ന ഒരുപാട് പയ്യന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ ചേട്ടാ എന്താ ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നത്, വണ്ടി കൊടുക്കുന്നുണ്ടോ, എന്താണ് നിങ്ങളെന്താണ് ഈ വണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നതൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നൊന്നുമില്ല, നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ച വണ്ടിയില്ല. പക്ഷെ നമ്മളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് വണ്ടിയുടെ അവസ്ഥ അങ്ങനെ ആയി തന്നെ ഉള്ളൂ. അങ്ങനെ കൊടുക്കുന്നില്ല. പലരോടും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എന്താ പലരും വെറുതെ തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം അതായത് നമ്മളതിനെ എന്താ പറയുക, നമ്മളത്രയും ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിച്ചിട്ട് നമ്മൾ ഈ ഒരു കാര്യത്തിനെ നേരെ ശ്രദ്ധിക്കാതെ ആരാണെങ്കിലും ചോദിച്ചു പോകുമല്ലോ. കാരണം ഞാൻ നേരാക്കി ഓടിച്ചുകൊണ്ട് ഞാൻ നേരാക്കിക്കോളാം, നിനക്ക് ഓടിക്കാൻ പറ്റുന്നില്ല, നീ ഇവിടെ തന്നെ അല്ലേ, അപ്പോൾ അത് കാരണം ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ കരുതി വെച്ചിട്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളും കംപ്ലീറ്റ് കഴുകി നമ്മുടെ ഷെഡ് കയറ്റി വൈപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. അടുത്തത് നമുക്ക് ഈ ബൈക്കും പിന്നെ നമുക്കൊരു കാറും കൂടെ കഴുകാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബൈക്കൊന്നും കഴുകുന്ന വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് രാത്രി ഇങ്ങോട്ടേക്ക്, അപ്പോൾ പിന്നെ നമുക്ക് സമയമില്ല. അപ്പോൾ നമ്മൾ വേഗം കഴുകിയിട്ട് അടുത്ത ഈ കാറും കൂടെ കഴുകാനുണ്ട്. കാറും കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയല്ലേ. അപ്പോൾ നമ്മളല്ലേ, അപ്പോൾ നമ്മൾ പതുക്കെ അതും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കാറും സെറ്റ് ചെയ്തിട്ട് കാറ് സെറ്റ് ചെയ്യുന്നത് ഈ പൊടി, ഒന്നാമത്തെ ഈ പൊടിയുടെ പ്രശ്നം തന്നെയാണ്. വണ്ടി നിർത്തിയിട്ടിരിക്കില്ല. അപ്പോൾ അങ്ങനെ പൊടിയിട്ട് അങ്ങനെ അതും ക്ലീൻ ചെയ്ത് സെറ്റാക്കി. കിച്ചൻ്റെ ഗോഡൗണിൽ ഇതും അങ്ങനെ വലുതായിട്ട് അങ്ങനെ പുറത്തിറക്കാറില്ല. ഈ ഒരു കാറ്, ബൈക്കാണ് പിന്നെയും ഓടാറുള്ളത്. ഈ കാർ അങ്ങനെ പുറത്തിറക്കാറില്ല. അങ്ങനെ രാവിലത്തെ റിസൾട്ട് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നല്ല വൃത്തി ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ബൈക്ക് അത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.